ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ സുജാതെ? നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അതിനുള്ളൊരു മാർഗം തെളിഞ്ഞിട്ടുണ്ട്. എന്ത് മാർഗം? അത് മോനെ കൂടെ വന്നിട്ട് അയാൾക്കൊന്നും നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. മകളുടെ മൃതദേഹം കൊണ്ട് അയാൾ തിരിച്ചുപോയി. പാവം. ഞാൻ ഈ തിരക്കിൽ ഓടി നടക്കുന്നതിനിടയിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും താൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ ടിക്കറ്റിന് പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും. അത് മതി രഘുവേട്ട. രഘുവേട്ടൻ ഒന്ന് വന്നാ മതി. സുജാതെ, ഞാൻ എപ്പോഴും രഘുവേട്ടനോട് പറയാറില്ലേ, വീട്ടിലെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, അതിനൊക്കെ ഞാനുണ്ടെന്ന്. അപ്പോഴൊന്നും ഞാൻ ഒരു ക്ഷീണവും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ശരിക്കും തളർന്നുപോയി. എന്നെ കൊണ്ട് പറ്റുന്നില്ല രഘുവേട്ട. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ബിസിനസ് ഹരി എന്നെ പഠിപ്പിക്കണ്ട. ഒരു കാര്യം ചെയ്താൽ മതി, ഈ സാധനങ്ങൾ ഒന്ന് തിരിച്ചെടുക്കാൻ നോക്കാം. എന്ത് ഫണ്ട് കളക്ട് ചെയ്യാനാ ഹരി? വിറ്റുപോയാലല്ലേ കാശ് കിട്ടൂ. നേരം വെളുത്തപ്പോ മുതല് ആ ഷോപ്പുകാരൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക സാധനങ്ങൾ എടുത്തോണ്ട് പോവാൻ. പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടിയിട്ടാ അതൊക്കെ ചീഞ്ഞു പോകുന്നുള്ള കാര്യം അറിയില്ലേ? ഈ കെട്ടിക്കിടക്കുന്ന സാധനം ഒഴിവാക്കണം. അത് ഇന്ന് തന്നെ ചെയ്യുകയും വേണം. ഞാൻ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ എഗ്രിമെന്റ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹരിക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ പണം തിരിച്ചു പിടിക്കാൻ ഞാനുണ്ടാക്കുന്നതൊരു 1 സൈഡ് തീരുമാനമായിരിക്കും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. യു ഗോട്ട് ഇറ്റ്? വേഷം കെട്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ മോന്. എല്ലാവരുടെയും നെറുകയില അവൻ കാല് വെച്ചിരിക്കുന്നത്. ഒറ്റ ചവിട്ടിന് പാതാളത്തിലേക്ക് എല്ലാവരെയും അവൻ ചവിട്ടി താഴ്ത്തും. സുജാതെ, താൻ സമാധാനായിട്ടിരിക്കെ. ഞാനൊന്ന് വന്നോട്ടെ. പാവം ഹരി എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അവസാനം ഇപ്പോ കുറ്റബോധത്തിന്റെ ചുമടുമായിട്ട് നടക്കുക. അവനെ അങ്ങ്
രക്ഷിച്ചെടുക്കണം രഘുവേട്ട. എന്തെങ്കിലും ഒരു മാർഗം തന്റെ മനസ്സിൽ തെളിയുന്നുണ്ടോ? ഉണ്ട് രഘുവേട്ട. ഞാൻ പറഞ്ഞത് തെറ്റാണ് രഘുവേട്ട. ഏയ്, ഒരിക്കലും അല്ലടൂ. നമുക്ക് അടിമകളായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. വീണെടുത്തു നിന്ന് പിടിച്ച് കയറിയില്ലേ പറ്റൂ. ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണെന്ന് അറിഞ്ഞൂടാ. മനസ്സിലൊരു ആശ്വാസത്തിന്റെ കാറ്റ് വീശുന്നത് പോലെ. അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന രാവിലെ എഴുന്നേക്കുമെന്ന് പോലും തീർച്ചയില്ലാത്തൊരവസ്ഥയിലായിരുന്നു രഘുവേട്ട. പണ്ടും അതെ. എന്റെ ചുമതലകളിൽ നിന്നും എന്റെ ശ്രദ്ധ പോവാതിരിക്കാൻ താനൊന്നും എന്നോട് പറയാറില്ല. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും ഒന്ന് പറയാമായിരുന്നില്ലേ സുജാതെ? അത് പോട്ടെ രഘുവേട്ട. എത്രയും പെട്ടെന്ന് രഘുവേട്ടൻ ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്റെ അടുത്തുണ്ടായാ മതി. എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസോ. ശരി, എങ്കിൽ താൻ കിടന്നു. വിശദമായിട്ട് നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. കൂട്ടുകാരനെ യാത്രയാക്കിയിട്ട് രഘുവേട്ടൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതുകൂടെ ഓർത്ത് താൻ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിത്യ, ഹരി, എവിടെയാണോ എല്ലാവരും? എന്താ ഹരി എവിടെ? അവനെ ഒന്ന് വിളിച്ചേ. എന്താ അമ്മ പ്രശ്നം? നീ ഒന്ന് വിളിക്ക്. എന്താ സുജാതെ? നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അതിനുള്ളൊരു മാർഗം തെളിഞ്ഞിട്ടുണ്ട്. എന്ത് മാർഗം? അത് മോനെ, 2-3 ദിവസത്തിനുള്ളില് രഘുവേട്ടൻ വരും. ഇന്നലെ രാത്രിയിൽ വിളിച്ചിരുന്നു. പാതിരാത്രിയില്ല രഘുവേട്ടൻ വിളിച്ചത്. അതാ ഞാൻ ആരെയും വിളിച്ചുണർത്താതിരുന്നത്. മധുര നൊമ്പരക്കാറ്റ്